വീണ് കിടക്കുന്നവനെ അടിക്കരുതെന്നാണ് പറയുന്നത്. എന്നാൽ എതിരാളി ശക്തനാണെങ്കിൽ വീണ് കിടക്കുമ്പോൾ അല്ലെങ്കിൽ ശക്തി കുറഞ്ഞുവെന്ന് ബോധ്യപ്പെടുമ്പോൾ തന്നെ അടിക്കണം. അതാണ് കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ കാണുന്നത്. ഇവിടെ എതിരാളി എന്ന് പറയാനാകില്ലെങ്കിലും സ്വന്തം പാർട്ടിയിലും മുന്നണിയിലും ഉൾപ്പെടെ ചിലരെല്ലാം കഴിഞ്ഞ കുറേ കാലമായി എതിർത്തു പറയാൻ ഒരവസരം കാത്തിരുന്ന നേതാവാണ് പിണറായി വിജയൻ. പിണറായി പ്രഭയ്ക്ക് മുന്നിൽ പേടിച്ച് വാപൊത്തി നിൽക്കുകയായിരുന്നു CPM-ലെ ഒരു വിഭാഗവും ഘടകകക്ഷിയായ CPI-യും. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ മാറിമറിഞ്ഞു. തെരഞ്ഞെടുപ്പ് തോൽവിയോടെ പിണറായിസം മങ്ങി. ഇത് അവസരമായി കണ്ടവർ ഇപ്പോൾ തലങ്ങും വിലങ്ങും ആഞ്ഞടിക്കുന്നതാണ് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ 10 വർഷം LDF-ൽ പിണറായി പറയും, അത് മറ്റുള്ളവർ അനുസരിക്കും എന്നതായിരുന്നു ശൈലി. എതിർപ്പുണ്ടെങ്കിലും ആരെങ്കിലും അത് പ്രകടിപ്പിക്കാൻ ധൈര്യപ്പെട്ടിരുന്നില്ല. ദേഷ്യം കടിച്ചമർത്തി ആ തീരുമാനം ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയായിരുന്നു പതിവ്. എന്നാൽ ഇപ്പോൾ LDF-ൽ വലിയ പൊട്ടിത്തെറിയാണ് സംജാതമായിരിക്കുന്നത്. പ്രതിപക്ഷ ഉപനേതാവ് പദവിയെ ചൊല്ലിയുള്ള തർക്കം CPM-ഉം CPI-യും തമ്മിലുള്ള വലിയ ഏറ്റുമുട്ടലിലേക്ക് നീങ്ങിയിരിക്കുന്നു. രണ്ടും കൽപ്പിച്ചുള്ള നിലപാടിലേക്ക് മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയായ CPI എത്തിക്കഴിഞ്ഞു. ഉപനേതാവ് പദവി തങ്ങൾക്ക് തന്നെ വേണമെന്ന നിലപാട് CPI ഇതുവരെ മയപ്പെടുത്തിയിട്ടില്ല. കഴിഞ്ഞയാഴ്ച ഇക്കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് കൂടിയായ പിണറായി വിജയൻ നടത്തിയ ഏകപക്ഷീയമായ പ്രതികരണം CPI-യെ കൂടുതൽ ചൊടിപ്പിച്ചിരിക്കുകയാണ്. അതാണ് ഇന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ വാക്കുകളിൽ കാണുന്നത്. പണ്ടായിരുന്നെങ്കിൽ പിണറായി എതിർത്തു പറഞ്ഞാൽ ആ വിഷയം അവിടെ തീരും, പിന്നെ ഒരു അപശബ്ദവും അതിലുണ്ടാകാറില്ല. പക്ഷേ ഇവിടെ അതല്ല സ്ഥിതി. ബിനോയ് വിശ്വം ശക്തമായ രീതിയിൽ താക്കീതിന്റെ സ്വരത്തിൽ പറയുകയാണ്. കീഴ്വഴക്കം പറഞ്ഞുകൊണ്ട് ആർക്കും ഒഴിഞ്ഞു മാറാനാകില്ല. എല്ലാ കീഴ്വഴക്കവും മാറേണ്ടി വന്നാൽ മാറിയേ തീരൂ. കീഴ്വഴക്കമല്ല വലുത്, രാഷ്ട്രീയമാണ്. കീഴ്വഴക്കമല്ല വലുത്, LDF ആണ് വലുത്. കീഴ്വഴക്കമല്ല വലുത്, ഒന്നിച്ചു പോക്കാണ് വലുത്. LDF-ആയി പോകണം. അങ്ങനെ പോകുമ്പോൾ എല്ലാ സ്ഥാനവും ഒറ്റ പാർട്ടിക്ക് മാത്രം എന്ന അവസ്ഥയ്ക്ക് മാറ്റം വന്നേ തീരൂ. സ്ഥാനങ്ങൾ ചെറുതായാലും വലുതായാലും പങ്കുവയ്ക്കപ്പെടണം. ഈ വിഷയം CPI പുറത്തു പറഞ്ഞത് എന്തോ അപരാധമായി പറയുന്നുണ്ട്. പുറത്തു പറഞ്ഞത് രണ്ടാമതാണ്. ആദ്യം അകത്ത് തന്നെയാണ് പറഞ്ഞത്. അകത്തും പുറത്തും എന്ത് കാര്യങ്ങൾ എപ്പോൾ എങ്ങനെ പറയണമെന്ന് CPI-ക്ക് നല്ല ബോധ്യമുണ്ട്. ആ സ്ഥാനം CPI-ക്ക് അവകാശപ്പെട്ട ഒന്നാണ്, ലഭിച്ചേ തീരൂ. വിട്ടുകൊടുക്കാൻ യാതൊരു ഉദ്ദേശവുമില്ലെന്ന് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് CPI. ഈ വിഷയത്തിൽ അടുത്ത ദിവസം തന്നെ LDF കൺവീനർ TP രാമകൃഷ്ണൻ ബിനോയ് വിശ്വവുമായി ചർച്ച നടത്തുന്നുണ്ട്. എന്നാൽ ചർച്ചയിൽ വഴങ്ങിക്കൊടുക്കില്ലെന്ന മുന്നറിയിപ്പ് ബിനോയ് വിശ്വത്തിന്റെ വാക്കുകളിൽ കാണാം. ഉപനേതൃപദവി CPI-യെ പ്രത്യേകിച്ച് ബിനോയ് വിശ്വത്തെ സംബന്ധിച്ച് അഭിമാന പ്രശ്നമായി മാറിക്കഴിഞ്ഞു. വിട്ടുകൊടുത്താൽ അത് രണ്ടുപേർക്കും രാഷ്ട്രീയമായ തിരിച്ചടിയാകും. അതിനാലാണ് പിണറായി പേടിയൊക്കെ മാറ്റിവെച്ച് മുണ്ടുമടക്കി കുത്തി ബിനോയ് വിശ്വം ഇറങ്ങിയിരിക്കുന്നത്. അടുത്തിടെ വിഴിഞ്ഞം തുറമുഖ വിഷയത്തിൽ CPM-നുള്ളിൽ തന്നെ പിണറായിയുടെ നിലപാടുകൾ ചോദ്യം ചെയ്ത് നേതാക്കൾ രംഗത്തെത്തിയിരുന്നു. കണ്ണൂരിൽ നിന്ന് തന്നെയുള്ള നേതാക്കളായ EP ജയരാജനും KK ശൈലജയും PK ശ്രീമതിയുമാണ് ഇതിന് മുന്നിൽ നിൽക്കുന്നത്. പിണറായിയുടെ പവർ കുറഞ്ഞതാണ് ഇവർക്കും ധൈര്യം നൽകുന്ന ഘടകം. എന്തായാലും CPI-യുടെ നിലപാട് LDF-ൽ എങ്ങനെ പ്രതിഫലിക്കുമെന്നത് പ്രധാനമാണ്. ഇവിടെ ഇപ്പോൾ വിവാദമുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് പ്രതിപക്ഷ ഉപനേതാവിനെ പറ്റിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതിനകത്ത് തർക്കമേ ഇല്ല, സംശയവുമില്ല. ആ സ്ഥാനം CPI-ക്ക് അവകാശപ്പെട്ട ഒന്നാണ്. അവിടെ കീഴ്വഴക്കം പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറി പോകാൻ ആർക്കും കഴിയില്ല. എല്ലാ കീഴ്വഴക്കവും മാറേണ്ടി വന്നാൽ മാറിയേ തീരൂ. കീഴ്വഴക്കമല്ല വലുത്, രാഷ്ട്രീയമാണ് വലുത്. കീഴ്വഴക്കമല്ല വലുത്, LDF ആണ് വലുത്. കീഴ്വഴക്കമല്ല വലുത്, ഒന്നിച്ചു പോക്കാണ് വലുത്. അതുകൊണ്ട് CPI പറയുന്നു, പദവിയുടെ പെരുപ്പമല്ല, സ്ഥാനമാനത്തിന് വലുപ്പമല്ല, അവിടെ സ്റ്റാഫുണ്ടോ, ശമ്പളമുണ്ടോ, കാറുണ്ടോ, വീടുണ്ടോ, അതൊന്നും ബാധകമല്ല. LDF-ആയി പോകണം. അങ്ങനെ പോകുമ്പോൾ എല്ലാ സ്ഥാനങ്ങളും ഒറ്റ പാർട്ടി മാത്രം എന്ന അവസ്ഥയ്ക്ക് മാറ്റം വന്നേ തീരൂ. സ്ഥാനങ്ങളെല്ലാം എത്ര വലുതാകട്ടെ ചെറുതാകട്ടെ അതെല്ലാം പങ്കുവെക്കപ്പെടണമെന്ന് CPI ആഗ്രഹിക്കുന്നു. അതാണ് CPI നിലപാടെന്ന് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം അത് CPI-ക്ക് ലഭിച്ചേ തീരുമെന്ന് CPI പറയുന്നത് LDF-നെ ദുർബലമാക്കാൻ വേണ്ടിയല്ല, ശക്തമാക്കാൻ വേണ്ടിയാണ്. LDF-ആയി പോകണമെങ്കിൽ അത്തരത്തിലുള്ള പങ്കുവയ്പ്പുകളും തീരുമാനങ്ങളും ഉണ്ടായേ തീരുമെന്ന് CPI വ്യക്തമാക്കട്ടെ. അത് വീണ്ടും പറയുന്നു, വലുപ്പത്തിന്റെ പേര് കൊണ്ടല്ല, വലിയ വലുപ്പമല്ല എന്ന് CPI-ക്ക് അറിയാം. മുഖ്യമന്ത്രി പട്ടം വേണ്ടെന്ന് വെച്ച പാർട്ടിക്ക് എന്ത് വലുപ്പം ഒരു പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തിന്? അത് വലുപ്പമുള്ള കാര്യമല്ല. പക്ഷേ LDF-ന്റെ അകത്ത് ആ ബോധം വേണം. അത് ഇടതുപക്ഷമാണ്, ജനാധിപത്യപരമാകണം, അത് മുന്നണിയാകണം എന്ന് വരുമ്പോൾ എല്ലാ സ്ഥാനമാനങ്ങളും എല്ലാ പദവികളും പങ്കുവെച്ചുകൊണ്ട് പോയാൽ തീരുമെന്ന് CPI വ്യക്തമാക്കിയിട്ടുണ്ട്. അത് CPI
പരസ്യമായിട്ടല്ല ആദ്യം പറഞ്ഞത്, ഏറ്റവും മാന്യമായി ഏറ്റവും നേരായി ഈ കാര്യം എല്ലാ സ്നേഹത്തോടും കൂടി CPI CPM ചർച്ചകളിലാണ് CPI വ്യക്തമാക്കിയത്. അതുമായി CPI കൊടുത്ത കത്തുകളുണ്ട്, അതിനുള്ള CPM മറുപടിയുണ്ട്. ഇതൊന്നും അറിയാതെ CPI പുറത്തു പറഞ്ഞത് കൊണ്ട് എന്തോ അവരാസമയം പറഞ്ഞത് ശരിയല്ല. പുറത്തു പറഞ്ഞത് രണ്ടാമതാണ്. ആദ്യം പറഞ്ഞ അകത്ത് തന്നെയാണ്. അകത്തും പുറത്തുമെല്ലാം എന്ത് കാര്യങ്ങൾ എപ്പോൾ പറയണമെന്ന് എങ്ങനെ വേണം പറയാനെന്ന് നല്ല ബോധ്യം CPIക്കുണ്ട്. ആ തിരിച്ചറിവ് CPIയെ PKV പഠിപ്പിച്ച പാഠമാണ്. ആ പാഠം അച്യുതമേനോനും PKVയും എമ്മനും എല്ലാം പഠിപ്പിച്ച പാഠമാണ്. അതുകൊണ്ട് ആ പാഠം CPIക്ക് വിലപ്പെട്ട ഒന്നാണെന്ന് ഞാൻ വ്യക്തമാക്കട്ടെ. സഹാക്കളെ, ഏതോ ചില മാധ്യമങ്ങൾ പറയുന്നു ഇവിടെ MN സ്വർഗത്തിൽ വെച്ച് ഒരു യോഗം ചേരാൻ പോകുന്നുണ്ടെന്ന്. എനിക്കതിൻ്റെ കാര്യം ഞാൻ പറയാം. ഞാൻ കഴിഞ്ഞ ആഴ്ച അപ്പോൾ പാരീസിലായിരുന്നു. ഫ്രഞ്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് ഇങ്ങോട്ട് പുറപ്പെടാൻ നിൽക്കവേ LDF കൺവീനർ സഖാവ് TP രാമകൃഷ്ണൻ എന്നെ വിളിച്ചിരുന്നു. അദ്ദേഹം ചോദിച്ചു എന്ന് വരുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ വരുന്ന തീയതി ഞാൻ പറഞ്ഞു കൊടുത്തു. സഖാവ് പറഞ്ഞു ഞങ്ങളിപ്പോൾ കേന്ദ്ര കമ്മിറ്റിക്ക് പോകുകയാണ്, അത് കഴിഞ്ഞ് 13-ന് മടങ്ങി എത്തും, 14-ന് കാണാമോ എന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും കാണാമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ CPI CPM ബന്ധം എല്ലാ കാലത്തുമുണ്ട്. ഫോൺ ചെയ്യലുകളും കൂടിക്കാഴ്ചകളും ആശയവിനിമയങ്ങളും എല്ലാ കാലത്തുമുണ്ട്, ഇന്നും ഉണ്ടായിട്ടുണ്ട്. അത് പ്രകാരം സഖാവ് TP രാമകൃഷ്ണൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു, MN സ്മാരകത്തിലേക്ക്. ആകാമല്ലോ എന്ന് ഞാനും പറഞ്ഞു. അങ്ങോട്ട് പോകാനും മടിയില്ല, ഇങ്ങോട്ട് പോകാനും മടിയില്ല. എത്ര വട്ടവും CPIക്കും CPMനും പരസ്പരം കാണാം. അതിനെല്ലാം പറ്റി ഒരുപാട് കഥയുണ്ടാക്കാൻ, ചർച്ചകൾ നടത്താനുള്ള വ്യായാമത്തിൽ കുറേ സുഹൃത്തുക്കൾ ഇടപെടുന്നുണ്ട്. ഇവിടെ ഞാൻ പറയട്ടെ, CPI CPM ബന്ധങ്ങളിൽ ഇത്തരം കൂടിക്കാഴ്ചകൾ, ഇത്തരം പോക്കുവരവുകൾ ഒന്നും പുതിയ കാര്യമല്ല. ആരോ പറഞ്ഞു പണ്ട് ഗോവരി പ്രശ്നം വന്നപ്പോൾ MN സ്മാരകത്തിൽ വെച്ച് യോഗം ചേർന്ന് CPM CPIയെ മുട്ടുകുത്തിച്ചു എന്ന് പറയുന്ന വാർത്ത ഞാൻ വായിച്ചു. വ്യക്തമാക്കട്ടെ, ആ ബ്രൂവറി വന്നോ? അത് വരുമോ? അത് വരില്ല. ഏറ്റവും കൃത്യമായി ഞാൻ പറയട്ടെ, അത് വന്നില്ലെങ്കിൽ അതിന് കാരണം CPI നിലപാടാണ്.